ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടാ. അതായത് കാണുന്ന ബാക്കിലത്തെ രണ്ട് പാടങ്ങൾ ബാക്കിലും ഉണ്ട് അപ്പുറത്തും ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ഉറക്കക്ഷീണൊക്കെ ഉണ്ട്. രാവിലെ തന്നെ എനിക്ക് വന്നതാണ്. എന്തായാലും മീനിന് വേണ്ടി നമ്മൾ സമയം മാറ്റിക്കണമെങ്കിൽ എനിക്കൊരു വിഷമമില്ല കേട്ടാ. അപ്പോൾ എന്തായി അവസ്ഥ, കിട്ടിയോ ഇല്ലെന്നൊക്കെ നോക്കാം കേട്ടോ നമുക്ക്. അപ്പൊ നമ്മൾ ആദ്യം കെണി വെച്ചത് ഈ കാണുന്ന സൈഡിലാട്ടാ. നമ്മുടെ കെണി വേറെ ആൾക്കാർ കാണാണ്ടിരിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇത്തിരി ഇറങ്ങിയിട്ടാ നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. നമ്മുടെ ടാങ്കീസ് വലിഞ്ഞ് എടുക്കണ കാരണേ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല കേട്ടാ. പിന്നെ അതിനങ്ങോട്ട് വലിച്ചെടുത്തപ്പോഴാട്ടാ സന്തോഷം ഒന്നും കൂടിയും കൂടിയാ. പുള്ളിക്കാരൻ ഇന്നലെ രാത്രി പെട്ടാ തോന്നുന്നുണ്ട്, ചത്തിട്ടൊന്നുമില്ല. എന്ത് പെടക്കലല്ലേ പെടക്കണേ. ക്യാമറ ഒന്നുകൂടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കാണിച്ചതാട്ടാ നിങ്ങൾക്ക്. സംഭവം നമ്മൾ ഇന്നലെ രാത്രി കഴിഞ്ഞ് വെച്ചതാട്ടാ. ബൈറ്റായിട്ട് യൂസ് ചെയ്ത് നമ്മുടെ പള്ളത്തി പോട്ടാന്നൊക്കെ പറയില്ല, ഐറ്റത്തിനെയാ. അത്യാവശ്യം തരക്കേടിലത്തെ സൈസായ കാരണം നമ്മൾ ഇതിന് എടുക്കാട്ടാ. പിന്നെ കുളത്തും മിണിങ്ങുണ്ട്, റിലീസ് ചെയ്യിപ്പിച്ച എന്തായാലും ചാവുന്ന ഉറപ്പാ. ഇനി നമ്മൾ വേറെ ചൂണ്ടുകൾ വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ പോവാട്ടാ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചൂണ്ട എടുക്കാൻ വേണ്ടി വന്നേക്കാട്ടാ. നല്ല ടൈറ്റിലാട്ടൊക്കെ എടുക്കണ ചൂണ്ടാ. ഏതോ മീൻ വന്ന് അടിച്ചിടന്ന് ഉറപ്പാട്ടാ. പക്ഷെ വലിച്ചെടുത്തപ്പോ നമുക്ക് ഒന്നും കിട്ടിയില്ല. ചിലപ്പോ മീനെ മാത്രം അടിച്ചോണ്ട് പോയതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് അടിച്ചിട്ട് പെട്ടിട്ട് പടഞ്ഞിട്ട് പോയതാവാം. മീനടിച്ചിട്ടൊന്ന് വെറുതെ ഇല്ലാട്ടാ പറഞ്ഞു. നമ്മൾ ചൂണ്ടയിലിപ്പം പൊന്തായിട്ടൊരു കുപ്പി ഇട്ടുണ്ടാവുന്നു. ഇതേ ഇക്കാണ ഒരു കുപ്പി ഉണ്ട്. ആ കുപ്പീൻ്റെ അടിച്ചിട്ടാ മീൻ അടിക്ക് പോയിക്കണേ. എന്തായാലും ഏതോ ഭാഗ്യമുള്ള മീനാണ്. എന്തായാലും പോയത് പോയി. ഇനി അടുത്ത ചൂണ്ടയിൽ എന്തായാലും കിട്ടിയിട്ടുണ്ടോ നോക്കാം നമുക്ക്. തൊട്ടപ്പുറത്ത് തന്നെയാട്ടാ നമ്മൾ ചൂണ്ടിട്ടാക്കണേ. അധികം ദൂരത്തേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ചധികം ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഇവിടുന്ന് അടി കിട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ കുപ്പി പൊക്കിയപ്പോഴും സെയിം അവസ്ഥ. മീനടിച്ചിട്ട് പുല്ലിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചേക്കാണ്. പക്ഷെ വലിച്ച് പുറത്തേക്ക് എടുത്തു നോക്കുമ്പോഴാണ് മനസ്സിലായ മീനും ഇല്ല, അതിലിട്ട് തീറ്റയും ഇല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മീനടിച്ചിട്ടുണ്ട്, അത് തീറ്റയായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് നിരാശയൊന്നും ഇല്ല കേട്ടാ. അടുത്ത വെട്ടിൽ മീൻ കിട്ടുന്നുള്ള ശുഭപ്രതീക്ഷ മാത്രം. പിന്നെ നമ്മൾ വെട്ടിട്ട് വെച്ചേക്കണത് ഓപ്പോസിറ്റുള്ള പാടത്താട്ടാ. ഇത് ചെറിയൊരു പാടാണ്, പക്ഷെ വെള്ളം കയറുന്ന സമയത്ത് ഒരാളുടെ അത്ര ഹൈറ്റുള്ള ഒരു വലിയ കുണ്ടാട്ടാ. അപ്പൊ ആ വലദോഷത്ത് കാണുന്ന ഗ്യാപ്പിലാണ് നമ്മൾ ചൂണ്ടിട്ടാക്കണേ. ഈ ചൂണ്ടിയും വലിഞ്ഞിട്ടാട്ടാ എടുക്കണം. അപ്പൊ ഒരു ഹോപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ വലിച്ചെടുക്കുമ്പോ ഒരു ഫൈറ്റ് ഒന്നും കിട്ടിയില്ല കേട്ടാ. ഞാൻ വിചാരിച്ചത് നാളത്തെ പോലെ മീൻ അടിച്ചിട്ട് പോയിന്നാട്ടാ. നല്ല ടൈറ്റിൽ കുടുങ്ങി കിടക്കുന്നു. നല്ലൊരു വലി വലിച്ചപ്പോ സാധനം പോന്നു. അങ്ങനെ വലിച്ചെടുക്കുമ്പോഴായിട്ട് ഒരു കാര്യം നോട്ടീസ് ചെയ്തേ, ചണ്ടിയുടെ ഇപ്പൊ ഏതോ ഒരു മീനും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ അടുത്തെത്തിയപ്പോഴാട്ട കാര്യം മനസ്സിലായി, ഒരു മീൻ പെട്ട് കിടക്കണ്ടാവുന്നതില്. അതാണ് കുളത്തൊഴുങ്ങിട്ട് ചത്തുപോയെന്ന് തോന്നണേ. പക്ഷെ വേറൊരു കേസ് എന്താന്ന് വെച്ചാൽ അതിന്റെ മേത്ത് എന്തോ ഒരു ഡിസൈനൊക്കെ ഉണ്ട് കേട്ടാ. ഡിസൈൻ എന്ന് വെച്ചാൽ നല്ല ഡിസൈൻ അല്ല, എന്തോ പാമ്പോ എന്തോ മീനോ അടിച്ചതാണ്. വെള്ളത്തേക്ക് ഇറങ്ങണ ചെരുപ്പൊക്കെ സൈഡിൽ ഊരി വെച്ചേക്കാന്നു കേട്ടോ. അപ്പോൾ ചെരുപ്പ് ഇട്ടിട്ടാ ഞാൻ മീനെ നോക്കട്ടാ. അപ്പോഴാണ് മനസ്സിലായി മീൻ എന്തോ സാധനം വിഴുങ്ങിയിട്ടുണ്ട്. വിഴുങ്ങോ ചുറ്റോ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ഡിസൈൻ വന്നേക്കണം. കണ്ട, നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല, അതിനവിടെ ഇട്ടിട്ട് നമ്മൾ പോയി. എന്ന് വെച്ച് കുളത്തോടക്കൻ അങ്ങനെ ഇട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇട്ടാണെങ്കിൽ വല്ല പട്ടിയെ പൂച്ച വന്ന് തിന്നിട്ട് അത് ചത്തുപോകും. നമ്മൾ മീനെ കുളത്തിൽ നിന്ന് വിളിയിപ്പിച്ച് വെള്ളത്തേക്ക് തന്നെ എറിഞ്ഞിട്ടു കേട്ടോ. ഈ മീനിന്റെ ചൂണ്ട പൊക്കിപ്പോ മീനിന്റെ ഒന്ന് ഉറപ്പായിട്ടാ. കാരണം അത്രയും വേവും കാര്യങ്ങളൊക്കെ വന്നതാട്ടാ. മീനാണെങ്കിൽ പുല്ലില് കിടന്ന് ഒടുക്കത്തെ പടച്ചലും. സംഭവം മീനെ ഞാൻ നൈസായി കണ്ടുവിട്ടാ. ഒരു മലിഞ്ഞീനാണ് കിട്ടേക്കണം. പക്ഷെ മീനിന്റെ ഭാഗ്യം കാര്യം നമ്മുടെ ഭാഗ്യക്കേട്. അല്ല, മീൻ ലൈൻ പൊട്ടിച്ച് പോയിട്ടാ. നമ്മുടെ കയ്യെ കിട്ടിയ മീൻ പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ, അത് വല്ലാത്ത വിഷമാണ്. ഞാനാണെങ്കിൽ ചൂണ്ട ഫുള്ള് വലിച്ചെടുത്തിട്ട് വീണ്ടും ആ പുല്ലിരുന്ന് തപ്പി നോക്കിട്ടാ. എന്ത് പറയാനാ, മീൻ കുളത്തും കൊണ്ട് അതിന്റെ പാട്ടിന് പോയിട്ടാ. മീനിന്റെ പല്ല് എന്തായാലും നല്ല ബ്ലേഡ് പോലെയാണ്. കാരണം കത്തറ കൊണ്ട് കട്ട് ചെയ്ത പോലെ കേട്ടാ ചൂണ്ടയും പൊട്ടിച്ച് പോയേക്കണേ. ഇതിൽ കിട്ടിയില്ലെങ്കിൽ എന്താ, ഇനിയും വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത ചൂണ്ടെടുക്കാൻ പോയിട്ടാ. പക്ഷെ നമ്മുടെ ചൂണ്ടയിലെ കിടപ്പ് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി മീനൊന്നും അതിൽ അടിച്ചിട്ടില്ല എന്ന്. കാരണം വേറെ ഒന്നുമല്ല, ചൂണ്ടയിലെ ടാങ്കീസ് വലിഞ്ഞിട്ടില്ല, കുപ്പിയാണെങ്കിൽ സൈഡിക്ക് അടിഞ്ഞിട്ടില്ല, സെന്ററിൽ അങ്ങനെ കിടക്കുന്നയാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചൂണ്ടല്ല ഏകദേശം തീരുമാനം വേണ്ടിട്ടാ. കാരണം നമ്മൾ വെച്ച വെട്ടൊക്കെ ഇന്നത്തെ കഴിഞ്ഞു. അപ്പൊ ദൈക്കാട്ടാ നമ്മൾ വന്ന ലൊക്കേഷൻ. സംഭവം ഇവിടെ വൈകുന്നേരമൊക്കെ വന്ന അടിപൊളിയാട്ടാ. സൺസെറ്റ് ഒക്കെ ആകുമ്പോ വേറെ ലെവല് വൈബാണ്. നമ്മുടെ ഈ സ്പോട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കപ്പിൾസും ഫ്രണ്ട്സൊക്കെ വരാറുണ്ട് കേട്ടാ. നമ്മളിതിലൊന്നും ഇല്ലാത്താലും നമ്മൾ മൈൻഡ് ആക്കാറില്ല. അപ്പൊ ഇതാണ് നമ്മൾ വന്ന വണ്ടി. വണ്ടിയിൽ എല്ലാ ഐറ്റംസും സേഫായി എടുത്ത് വെച്ചിട്ട് നമ്മൾ മീനെടുത്ത് പോകാൻ നിൽക്കാട്ടോ. മീനെ നമ്മൾ നേരത്തെ കിട്ടിയ സ്പോട്ടിൽ ഇട്ട് വെച്ചേക്കുക. പുള്ളിക്കാരൻ എടുക്കാൻ വന്നപ്പോ പുള്ളിക്കാരൻ നല്ല പടച്ചില്ല കേട്ടാ, ചത്തിട്ടൊന്നുമില്ല. ഭാഗ്യമുണ്ട് ഇവനെങ്കിലും പാമ്പ് പിടിക്കാണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ വെറും കൈയോടെ കൊണ്ടുവന്നെ. പാമ്പാണോ മീനാണോ എന്ന് നല്ല ഡൗട്ട് കിട്ടാ. നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലാവണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യട്ടാ. വീട്ടിലേക്ക് പോയി ഒന്ന് കുളിച്ചിട്ട് വന്നപ്പോഴേക്കും അച്ഛമ്മ തന്നെ എടുത്ത് നന്നാക്കിട്ടാ. ഇത് വലിയ പീസില്ല, അത് ബ്രാലാട്ടാ. ബാക്കി കാണുന്ന മീനൊക്കെ ഇന്നലെ രാത്രി നമ്മൾ വല വീശി പിടിച്ചതാട്ടാ.
അച്ചമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെ മീൻ നന്നാക്കണ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.